ബോസ് ഇത് ആരാണ്? ഇയാൾ എന്തിനാ എങ്ങനെ കിടന്ന് അഭ്യാസം കാണിക്കുന്നേ? ഇതാണ് നിഞ്ച മാസ്റ്റർ കിഡിലൻ ടൈഗർ. ഇവന് ഈ ലോകത്തിലുള്ള ഏറ്റവും ശക്തിയുള്ള മനുഷ്യനെയും തോൽപ്പിക്കാനാകും. ഇവന് ഭയങ്കര വേഗതയാണ്. വീറൊന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് അവൻ വീറിനെ പിടിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇവനെ വിളിപ്പിച്ചത്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. പക്ഷേ മിസ്റ്റർ കിഡിലൻ ടൈഗർ, നിനക്ക് ലോകത്തുള്ള ഏത് ശക്തിമാനെയും തോൽപ്പിക്കാൻ കഴിയുമെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും ശക്തിമാനായ മനുഷ്യൻ എന്ന് പറയുന്നത് എന്റെ ഈ ബോസാണ്. അദ്ദേഹത്തെ ഒന്ന് തോൽപ്പിച്ച് കാണിക്കേ. മതിയേ, നിർത്തടാ. കുറെ നേരമായില്ലേ തുടങ്ങിയിട്ടാ. ബോസേ ബോസേ, ബോസ് പറഞ്ഞത് ശരിയാണ്. ഇവന് ശരിക്കും ഭയങ്കര സ്പീഡാണല്ലോ. I am mad, very very mad. മറ്റോ എന്നെ കൊല്ലാനായിട്ടാണോടാ നീ ഭൂമിയിലേക്ക് അവതരിച്ചിരിക്കുന്നത്? സോറി ബോസേ, സോറി. മറ്റോ നീ ആ മാസ്റ്റർക്ക് ലേസറിന്റെ വാൾ എടുത്തു കൊടുക്ക. കൂട്ടത്തിൽ നിഞ്ച ആയുധങ്ങളും കൊടുക്ക. നോ താങ്ക് യു, എനിക്ക് ആയുധങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പീക്കിരി ചെറുക്കന് എന്റെ കൈയും കാലും തന്നെ ധാരാളമാണ്. അവൻ അങ്ങനെ സാധാരണ ചെറുക്കനൊന്നുമല്ല. അവൻ വീറാണ്, ഒരു റോബോട്ടാണ്. അവനെ അങ്ങനെ നീ കുറച്ച് കാണാൻ പാടില്ല. അവൻ എന്റെ റോബോട്ടുകളെ ചവിട്ടി കൂട്ടി മൂലക്കിട്ടിട്ടുണ്ട്. എന്നെ ഇന്നേ വരെ തോടാൻ പോലും ആർക്കും കഴിഞ്ഞിട്ടില്ല. വരൂ ഡിംബക്ടു, നേരെ പോയി നമുക്ക് ആ വീറിനോട് ഏറ്റുമുട്ടിയിട്ട് വരാം. അങ്ങോട്ട് നോക്ക്, അവനാണ് ആ പെണ്ണിന്റെ കൂടെ നടന്നു പോകുന്നില്ലേ, അവനാണ് വീർ. കൊള്ളാം, താങ്ക് യു. താൻ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ട? ഇതാണ് കിഡിലൻ ടൈഗർ, വലിയൊരു നിഞ്ച മാസ്റ്ററാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലിയായ നിഞ്ച മാസ്റ്റർ. ഈ നിഞ്ച മാസ്റ്റർ നിന്നെ ഇന്ന് ഇടിച്ച് ചമ്മന്തിയാക്കി ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകും. ഓ ശരി, എന്നാ പിന്നെ നമുക്ക് നോക്കാം ആരെയാ ചമ്മന്തിയാക്കാൻ പോകുന്നേന്ന്. വീർ, എനിക്ക് വിശന്നിട്ട് വയ്യ. വാ നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക്, ഞാൻ പോയി ചോക്ലേറ്റ് വാങ്ങിച്ചോണ്ട് വരാം. ഇങ്ങോട്ട് താ. ഇതാണ് എന്റെ കൂട്ടുകാരൻ ദിൽഷൻ പ്രശാന്ത്. സ്നേഹത്തോടെ എല്ലാരും ഇവനെ ഗുണ്ടേന്നാ വിളിക്കുന്നേ. നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്നതാ. അതുകൊണ്ട് നിന്റെ വകയായിട്ട് ഈ ഐസ്ക്രീം അവനങ്ങ് ഗിഫ്റ്റ് കൊടുത്തേക്ക്. എന്താ മനസ്സിലായോ? എടാ ബണ്ട്, എന്റെ ഐസ്ക്രീം തിരിച്ചു തന്നേക്കോ. അവന്റെ അടുത്തുനിന്ന് ഐസ്ക്രീം തിരിച്ചു വാങ്ങിക്കുമ്പോ നല്ലോണം ആലോചിച്ചിട്ട് വേണം. അവനെ ഒരു കരാട്ടെ ചാമ്പ്യനാ. നിന്റെ പരിപ്പിളക്കും അവൻ. മണ്ടേ, അവന്റെ ഐസ്ക്രീം തിരിച്ചതാ. ഞാൻ തിരിച്ചൊന്നും തരാൻ പോകുന്നില്ല. നീ എന്ത് ചെയ്യും? നല്ല രസമുണ്ടായിരുന്നു. നീ മറ്റുള്ളവരെ ഇടിക്കാൻ വേണ്ടി നടക്കുന്നതല്ലേ, അവസാനം സ്വയം തന്നെ വീണല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. വീർ ഇതൊരു കരാട്ടെ ചാമ്പ്യനാ, എന്നിട്ട് ഒരു പഴത്തൊലിയിൽ തന്നെ വീണു. ഇവനാണ് വലിയ കരാട്ടെക്കാരൻ. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം. കണ്ടില്ലേ, ഞങ്ങളുടെ ചെക്കനെ കളിയാക്കിയാലുള്ള ബലം നിങ്ങൾ കണ്ടില്ലേ? ഇനിയും ഇതുപോലെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കരാട്ടെ പഞ്ച് തന്ന് നിങ്ങളെ പൊറോട്ട പോലെ ആക്കും. പണ്ടി നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നീ വേഗം ഇംലിയോട് സോറി പറഞ്ഞേ. ഞാനോ സോറി പറയാനോ? നീ നല്ല തമാശ പറയുന്നത് കേട്ടോ. എന്നെ ഈ കളിയാക്കിയതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യും.
നീ എന്ത് ചെയ്യുന്നാ? ഇവനോട് കരാട്ടയിൽ ഏറ്റുമുട്ടുമെന്നാണോ പറയുന്നത്? അതെ, ഞാൻ അവനോട് കരാത്തെ ഫൈറ്റ് ചെയ്തോളാം, എന്നിട്ട് അവനെ തോൽപ്പിക്കും. ശരി, ഞാൻ നിനക്ക് തയ്യാറെടുക്കാൻ 1 മാസം സമയം തരാം. അടുത്ത മാസം 1-ാം തീയതി ഞാനും ഇംലിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവും. കമോൺ ഗൈസ്. അടുത്ത മാസം 1-ാം തീയതി സ്കൂളിനൊക്കെ അവധിയാണ്. അതുകൊണ്ട് സ്കൂളിലെ കരാട്ട റിംഗിൽ തന്നെ മത്സരം നടത്താം. 1 മാസം എന്നൊക്കെ പറയുമ്പോ ഒരുപാട് സമയമുണ്ട് കേട്ടോ. അതുകൊണ്ട് നിനക്ക് ഈ നാട് വിട്ടു പോകാനും ഒരു അവസരം ഉണ്ട്. എവിടെയെങ്കിലും പോയി ഒളിച്ചോ. Wow, what a party. ഹേയ്, ഈ തുണിയിടാത്ത കഴുത ഈ പാർട്ടിയിൽ എങ്ങനെയാണ് വന്നത്? ഇവനെ ആരാണ് അകത്തേക്ക് കയറ്റി വിട്ടത്? സെക്യൂരിറ്റി, ഇവനടുത്ത് പുറത്തു കളാ. എന്നെ തൊട്ടു പോരുത്. ആരെങ്കിലും അടുത്ത് വന്നാലുണ്ടല്ലോ. എന്നെ വിട്. ജിണ്ടു, രക്ഷിക്ക്. എന്ത് നല്ല സ്വപ്നമായിരുന്നു. വീർ, വീർ, ഞാനൊരു സ്വപ്നം കണ്ടു. കഴുതകൾ കോട്ടും സ്യൂട്ടും ഇട്ട് നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണെന്ന് അറിയാമോ വീർ? ചുൾബുൾ, നീ വെറുതെ ആവശ്യമില്ലാതെ വാശി പിടിക്കരുത്. ജിണ്ടു, നീ സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ടാ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അതിനെന്താ ഇപ്പൊ കാണിച്ചു തരാം. വൗ, കാണാൻ നല്ല രസമുണ്ടല്ലോ. ജിണ്ടു, ഞാൻ ആലോചിക്കുമായിരുന്നു ഞാനൊരു കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ഒരു വടിയും പിടിച്ച് നടന്ന എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. കാണാൻ നല്ല രസമായിരിക്കും. എന്നാ കണ്ടോളൂ. താങ്ക് യു ജിണ്ടു, താങ്ക് യു വെരി മച്ച്. ഐ ലുക്ക് ഗ്രേറ്റ് മൈ ഫ്രണ്ട്. താങ്ക് യു. ഞാൻ എന്നാ പോയി ഫുർസത് ഗഞ്ചിൽ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. നല്ല മ്യൂസിക് ആണല്ലോ. സ്വപ്നത്തിൽ അവരെല്ലാരും സ്ലോയിലാ ഡാൻസ് കളിച്ചോണ്ടിരുന്നത്. ശരിക്കുള്ള ഡാൻസ് എങ്ങനെയാണെന്ന് ഞാൻ ഈ ലോകത്തിനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഈ കഴുതയെങ്ങാനും നമുക്ക് കിട്ടിയാൽ നമ്മുടെ സർക്കസിന് അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാ. പക്ഷെ ഇത് ആരുടെ കഴുതയാ? ആരുടെയെങ്കിലും ആവട്ടെ, ഇനി മുതൽ നമ്മുടേതാണ്. വാടോ. എന്നെ വിട്. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിക്ക് നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. രക്ഷിക്ക, ആരെങ്കിലും രക്ഷിക്ക. കുട്ടികളെ, ഈ സ്കൂൾ അടച്ചു പൂട്ടാൻ പോവുകയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ദുഃഖത്തോടെ അറിയിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ ഉടമ സ്കൂളൊക്കെ ഇടിച്ചു പൊളിച്ച് ഇവിടെ ഒരു ഹോട്ടൽ പണിയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു വലിയ ബിൽഡറിന് അതിനുള്ള പെർമിഷനും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അതുകൊണ്ട് മറ്റൊരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തോളൂ. സർ, അതെങ്ങനെ സംഭവിക്കും? സാറിന്റെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെയാണ് സ്കൂളിനെ ഹോട്ടലാക്കി മാറ്റുക? സാർ എന്തിനാണ് അതിൽ സൈൻ ചെയ്തത്? ഞാൻ ഈ സ്കൂളിന്റെ ഉടമസ്ഥനല്ല, വെറും പ്രിൻസിപ്പലാണ്. എനിക്കിതിലൊന്നും ചെയ്യാനാകില്ല. പ്രിൻസിപ്പൽ സാർ, പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യരുത്. ഇത്രയും കുട്ടികളെ എവിടെ പോയി അഡ്മിഷൻ എടുക്കാനാ? എന്താ മോനെ നിന്റെ പേര്? നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? നിനക്കൊരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ ഈ സ്ഥലത്തിന്റെ ഉടമയല്ല, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനാകില്ല. ഈ സ്കൂൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഉടമയുടെ ഫൈനൽ ഡിസിഷൻ ആണിത്. മനസ്സിലായോ? സാർ ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ. സാറിന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഇങ്ങനെ ഒഴിഞ്ഞു മാറാനാകില്ല നിങ്ങൾക്ക്. സാർ, പ്രിൻസിപ്പൽ സാർ ആളാകെ മാറിപ്പോയി. സാറിന് എന്നെ മനസ്സിലായി പോലുമില്ല. നമ്മളിങ്ങനെ മിണ്ടാതിരിക്കാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ജിൻഡു, നമ്മളാ ബിൽഡറിനെ ഇവിടുന്ന് പേടിപ്പിച്ച് ഓടിക്കുകയാണെങ്കിൽ സ്കൂള് പിന്നെ പൊളിക്കില്ലല്ലോ. ഓക്കേ, എന്നാ നമുക്ക് ഭൂതമായി പോയി അയാളെ പേടിപ്പിക്കാം. May I come in, sir? യെസ്, കം ഇൻ. ആരാണ് നീ? നിനക്ക് എന്താണ് വേണ്ടത്?
നിങ്ങൾ പൊളിക്കാൻ പോകുന്ന സ്കൂളിലാണ് ഞാൻ താമസിക്കുന്നേ. അതുകൊണ്ട് ദയവ് ചെയ്തത് പൊളിച്ച് ഹോട്ടൽ കെട്ടരുതെന്ന് പറയാൻ വന്നതാ. നീ സ്കൂളിലാണോ താമസിക്കുന്നത്? അതെങ്ങനെ ശരിയാവും? അവിടെ അങ്ങനെ ഹോസ്റ്റൽ ഒന്നും ഇല്ലല്ലോ. ഞാൻ അവിടെയാണ് 100 വർഷമായി താമസിക്കുന്നത്. ഞാൻ ആ സ്കൂളിലെ ഭൂതമാണ്. ഫസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദാറ്റ് സ്കൂൾ. നീ ഭൂതമാണോ? പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് കേട്ടോ. എന്നാ കുടിക്കാൻ വേണ്ട ചായയോ കാപ്പിയോ? ഞാനിത് തമാശ പറയുന്നതല്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ദാ കണ്ടോളൂ. ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നെന്ന് നോക്ക്. ഞാൻ നിന്നെ ഇപ്പൊ തിന്നാൻ പോവുകയാണ്. ഞാൻ ഇപ്പൊ നിന്നെ തിന്നും. കൊള്ളാം കൊള്ളാം, എന്ത് നല്ല മാജിക്. നീ ഇതെങ്ങനെയാണ് ചെയ്തത്? എന്നെയും കൂടെ ഒന്ന് പഠിപ്പിക്കോ പ്ലീസ് പ്ലീസ് പ്ലീസ്. നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാമെന്നേ. ഒന്ന് പഠിപ്പിക്കേ. ഞാൻ ഭൂതമാണ്. ഞാൻ അങ്ങനെ ആർക്കും ട്രെയിനിങ് കൊടുക്കാറില്ല. ഞാൻ പറയുന്നത് കേക്ക്. സ്കൂള് പൊളിക്കാൻ പാടില്ല, കേട്ടല്ലോ? പ്ലീസ് പ്ലീസ്, എന്നെയും കൂടെ ഈ മാജിക് ഒന്ന് പഠിപ്പിക്കും പ്ലീസ്. നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാമെന്നേ. ഞാൻ കുട്ടിയാന്ന് കരുതിയല്ലേ എന്നെ കണ്ട് പേടിക്കാത്തെ. എന്റെ വേറൊരു കൂട്ടുകാരൻ വരും, എന്നിട്ട് നിങ്ങൾ നല്ലൊരു പാഠം പഠിപ്പിക്കും.